നമ്മൾ ഉണ്ടാക്കുന്നത് തന്തൂറും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗാർലിക് ബട്ടർ നാനാണ്. നമ്മുടെ ഈ നാൻ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇതിലേക്ക് അതായത് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ആദ്യം ഒന്ന് മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പം അത് സാൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതി. ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. മുട്ട കഴിക്കാത്ത അതായത് പറ്റാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാം, മുട്ട ഇല്ലാതെയും ചെയ്യാം. ഞാൻ കുറച്ചുകൂടി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു മുട്ട കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടുതൽ വേണ്ട, അങ്ങനെയാകുമ്പോൾ നമ്മളുടെ നാനിൻ്റെ അടിഭാഗം ഭയങ്കര ബ്രൗൺ കളറായി പോകും. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർക്കാം. നമുക്ക് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുക്കാം, അത്യാവശ്യം ചൂടുള്ള സമയത്താണെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ മതിയാകും. 2 ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ തന്നെ മുട്ട, നമ്മളിതിൽ കുറച്ച് പാലെടുക്കുന്നുണ്ട്. അതൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കണം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഉപയോഗിക്കരുത്. തണുപ്പാവുന്ന സമയത്ത് നമ്മളെ മാവ് നന്നായിട്ട് സോഫ്റ്റായി പെട്ടെന്ന് പൊങ്ങി വരാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര്, 1/4 കപ്പ് പാല്, ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ഒത്തിരി ഒന്ന് മെൽറ്റ് ആയതാണ്, ഒരുപാട് മെൽറ്റ് ആയിട്ടില്ല, അപ്പോൾ ഇത്തിരി കൂടി മെൽറ്റ് ആവാനും നല്ലതാണ്. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താലും മതി. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മളെ മൈദ കൊണ്ട് ഒന്നങ്ങ് കവർ ചെയ്ത് വെക്കുക. ഒരു മിനിറ്റ് ഒന്നങ്ങ് കവർ ചെയ്ത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴക്കാൻ. ഈ സമയത്ത് കുഴക്കുന്ന സമയത്ത് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഒരുപാട് ലൂസാവും വേണ്ട, ഒരുപാട് ടൈറ്റ് ആവും വേണ്ട. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ശരിക്കും നമ്മളിവിടെ ഈസ്റ്റ് ചേർത്തതിന് പകരം നിങ്ങൾക്ക് ഇനി ഈസ്റ്റിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതി. ഇനി അതൊന്നുമല്ല, ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ മുട്ട തൈരൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നാൻ ചുട്ടെടുക്കാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ ഈസ്റ്റൊക്കെ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഈ നാനിന്റെ ഉൾഭാഗം നമ്മളെ ബ്രെഡ് ബന്നൊക്കെ ആ ഒരു ടൈപ്പിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് എല്ലാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മേലെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് തടവി കൊടുക്കാം, ജസ്റ്റ് ഒരു എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇവിടെ ഈ മാവ് കുഴച്ചെടുത്ത സമയത്ത് ഒരു 1/4 കപ്പ് പാലും മുട്ടയും തൈരും കൂടി ചേർത്തപ്പോൾ തന്നെ നമ്മളെ മാവ് അത്യാവശ്യം ഒരു നനവുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തെങ്കിൽ കൂടി 2 ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നനവിന് ആവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക. ആദ്യമേ 1/4 കപ്പ് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ ചിലപ്പോൾ ഭയങ്കര ലൂസായി പോകും. അപ്പൊ അത് നോക്കിയിട്ട് മാത്രം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളത്തിന്റെ അടുത്ത് എന്തായാലും വേണ്ടി വരും. ഇനി നമുക്കിത് കവർ ചെയ്ത് വെച്ച് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കുഴച്ചിട്ടാണ് നമ്മൾ നാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഡബിൾ സൈസ് ആയിട്ട് വരും. ഇനി തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡബിൾ സൈസ് ആവുന്ന സമയത്ത് നമുക്കിത് ചുട്ടെടുക്കാം. ഇത് കവർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ റാപ്പ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇപ്പോൾ കറക്റ്റ് ഡബിൾ സൈസായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി കുഴച്ച് നമുക്ക് നാന് പരത്തി ചുട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾ എടുത്ത് പരത്തിയെടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ചപ്പാത്തിയുടെ അത്രയ്ക്ക് കട്ടി കുറവല്ല, കുറച്ചുകൂടെ ഒരു തിക്നെസ്സിൽ കിട്ടണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബോൾ എടുക്കാം.
പിന്നെ നമ്മളിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പ്രഷർ കുക്കറിന് എത്ര വട്ടം വരുന്നുണ്ട് അതിൽ കൊള്ളാവുന്ന ആ ഒരു പരിധിയിൽ വരുന്ന ടൈപ്പിൽ, അപ്പൊ ചെറുതോ വലുതോ അതിനനുസരിച്ച് എടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള മൈദയുടെ അളവിൽ ഏകദേശം ഒരു 6 ഈ വലുപ്പത്തിലുള്ള നാനാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഇതിലേക്കാൾ ചെറുതായിട്ട് കുറച്ച് തിക്നെസ് കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 7 8 ഒക്കെ ഉണ്ടാക്കാം. ഞാനൊരു അത്യാവശ്യം തിക്നെസ്സിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നാന് ശരിക്കും നമുക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഷേപ്പ് കൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം, എളുപ്പം ഏതാണോ നോക്കിയിട്ട്. ആദ്യം നമുക്കൊരു ഇത്തിരി മൈദ വിതറി കൊടുക്കാം. ആദ്യം നമ്മളിത് ഓവൽ ഷേപ്പിലുള്ള ഒരു നാനാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി പോലെ ഒരുപാട് കട്ടി കുറഞ്ഞു പോകരുത് കേട്ടോ. ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒരു ഇത്തിരി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും, വലുതാക്കരുത്, കുറച്ച് നന്നായിട്ട് തന്നെ ചെറുതായി ചോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗാർലിക് ബട്ടർ നാൻ ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഒരു ഇത്തിരി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോൾ വെച്ച് ഒന്നങ്ങ് ഉരുട്ടിയാലും മതി. അപ്പൊ ഇതാണ് നമ്മള് ഒരു നാണിനുള്ളത്. ഇതിന് ചുട്ടെടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം എല്ലാം ഒന്ന് ഇതുപോലെ റെഡി ആക്കിയതിന് ശേഷം ചുട്ടെടുക്കാം. എപ്പോഴും നാണൊക്കെ ചുടുന്ന സമയത്ത് നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. കുറെ ചുട്ട് വെച്ചിട്ട് പിന്നെ കഴിക്കുമ്പോൾ നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ആദ്യം ജസ്റ്റ് ഒന്ന് എല്ലാം പരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒന്ന് പരത്താം, ഒന്ന് കുക്കറിൽ ചുട്ടെടുക്കാം, അങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഒന്ന് റൗണ്ട് പരത്തിയതിന് ശേഷം നമ്മൾ ഇത് കയ്യിലെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം, ഒരു സൈഡിലേക്ക് മാത്രം. നമുക്കിപ്പോൾ പുറത്തുനിന്നൊക്കെ കിട്ടുന്നത് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും കൂടുതലായിട്ടും കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചുട്ടെടുക്കാം. ഇനി ഒരു ഷേപ്പിലും കൂടെ നമുക്ക് നോക്കാം. ആദ്യം രണ്ടാമത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഇതുപോലെ പരത്തുക, അത് കഴിഞ്ഞ് ഒന്ന് മടക്കുക, ജസ്റ്റ് ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്നങ്ങ് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇപ്പൊ നമുക്ക് 2-3 ഷേപ്പിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് പരത്തി കാണിച്ചു. ഇനി ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് റൗണ്ട് നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയിട്ട് ചൂടാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചൂടാം. അപ്പൊ ബാക്കിയുള്ള 3 കൂടി ഞാൻ പരത്തി എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ചുട്ടെടുക്കാം. നമ്മൾ പരത്തി എടുത്തിട്ടുള്ള നാനിന് ചുട്ടെടുക്കുകയാണ്. അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്ന നാന് ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് ഒന്നങ്ങ് കുത്തി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാല് നമ്മളെ നാന് ഭയങ്കരമായിട്ട് അങ്ങ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് പൊങ്ങി വന്നോളും. ഇനി നമ്മൾ നാന് ജസ്റ്റ് ഒന്ന് കയ്യിൽ തിരിച്ചു പിടിക്കുക. ഇതിന്റെ പുറകില് അടിവശത്തായിട്ട് കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം. കൈ ഉപയോഗിച്ച് ഒന്ന് നനച്ചു കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഒന്ന് ബ്രഷ്, ഇതുപോലുള്ള ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് ബ്രഷ് ചെയ്താലും മതി. പക്ഷെ അത്യാവശ്യം വെള്ളം ഇതിന് നനഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നമ്മൾ വെള്ളം ആക്കിയിട്ടുള്ള ഭാഗം നമ്മളെ കുക്കറിലേക്ക് വെച്ചു കൊടുക്കുക. ഈ സമയത്ത് കുക്കർ നല്ല ചൂടിലായിരിക്കും. അപ്പൊ ഒന്ന് കൈ ശ്രദ്ധിച്ചിട്ട് വെച്ചു കൊടുക്കുക. വെച്ച ഉടനെ തന്നെ നമുക്ക് നേരെ ഒരു ഫ്ലെയിമിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കുക. ഏകദേശം 1 മിനിറ്റ് മതിയാകും നമ്മൾ ഈ നാൻ കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കർ നോക്കണം, ഇത് അടിയിൽ പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രൗൺ കളർ കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. ഏകദേശം 1 മിനിറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു ഇത്തിരി ഈ സൈഡിലൂടെ ഒന്ന് കളർ മാറാണ്ട്, അപ്പൊ ആ സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് കുറച്ചു നേരം കൂടി വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഇപ്പം ആവശ്യത്തിനുള്ള കളറായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് ഇത് മാറ്റാം. ഇതുപോലെ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് അടി തട്ടിയെടുത്താൽ മതി. അടിയിൽ പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല നമ്മളെ നാന്.
ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോഴേക്കും കറക്റ്റ് ആ ബട്ടർ നാൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ബട്ടർ മെൽട്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് ഞാനൊരു 2 നുള്ള് നമ്മള് ചാട്ട് മസാല കൂടി ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, പക്ഷെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചൂടോടുകൂടെ നാൻ കഴിക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മൊത്തത്തിലല്ല, ആദ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് മൊത്തത്തിൽ ചെയ്താൽ മതി ചാട്ട് മസാല. അപ്പൊ ഇതാണ് നമ്മളെ ഒരു നാന്. ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിതിൽ പുറകിൽ വെള്ളം തേക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം വേണം, അല്ലെങ്കിൽ കുക്കറിൽ അടിയിൽ പിടിച്ചു പോകും. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ ഒരു നാൻ വേണമെങ്കിൽ തവയിലും ചുട്ടെടുക്കാം. ശരിക്കും നമ്മൾ പ്രഷർ കുക്കറിൽ ചെയ്യുന്ന അത്രയ്ക്കൊരു ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത്രയൊരു ടേസ്റ്റ് അല്ലാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കാസ്റ്റ് അയൺ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഓക്കെയാണ്, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അതായത് നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ചെയ്തതുപോലെ തന്നെ നാനിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് കമിഴ്ത്തി ഗ്യാസിന്മേൽ കൊള്ളിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ തന്നെ തിരിച്ചും മറിച്ചുവിട്ടും ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ വെള്ളം ഒട്ടിച്ച് വെച്ച് ചെയ്യുന്ന കുറച്ച് റിസ്ക് ആയിരിക്കും. പാൻ പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത്രയ്ക്കൊരു ഈസി അല്ല ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് പ്രഷർ കുക്കർ തന്നെയായിരിക്കും നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലത്. നമ്മളിപ്പോൾ നോർമലി തന്തൂറും ഓവനൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ്. എന്നാലും പ്രഷർ കുക്കർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ കുറച്ച് ബട്ടർ ചിക്കൻ്റെ കൂടെയാണ് ഈ ഒരു നാന് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക.